എൻ്റെ 21ാമത്തെ സിനിമയാണ് മച്ചില മാറാല. അതിപ്പോൾ റിലീസിങ്ങിന് ഒരുങ്ങി നിൽക്കുകയാണ്. എൻ്റെ കൂടെ സിനിമയിലെ നായകനും നായികയും പ്രൊഡ്യൂസറും പിന്നെ നമ്മുടെ സൂപ്പർ താരം ഉണ്ണിയും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇതുവരെ ഹൊറർ സിനിമ ചെയ്തിട്ടില്ല, ഒക്കെ ഫാമിലി മൂവിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. നിങ്ങൾ ഒരുപാട് ഹൊറർ മൂവി കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് മച്ചില മാറാല. മലയാള സിനിമയിൽ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റും. 90 കോടിയാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി, അല്ലേ? ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം മണ്ടോദരിയൊക്കെ വാവിട്ട് കരയുകയായിരുന്നു, അമ്മയെന്നൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? അത്രയും പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ് മച്ചില മാറാല. സത്യത്തിൽ ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തപ്പം നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരമായ സത്യശീലൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സിനിമയിലൊരു വേഷം വേണം, നായകനല്ലെങ്കിലും ഒരു വേഷം എനിക്ക് തരണം മൊയ്തു സാറേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ നേരത്തെ സ്വരൂപിനെ ഫിക്സ് ചെയ്ത് പോയി. സ്വരൂപിനെ പോലുള്ള ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് എനിക്കിതിൽ നായകനായിട്ട് വേണ്ടത്. അപ്പം എന്തായാലും ആ സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. ആദ്യത്തെ ചോദ്യം നായികയായ മണ്ടോദരി മേഡത്തോടാണ്. താങ്കളുടെ മുൻ ചിത്രമായ നന്മശ്രീ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഉത്തമയായ കുടുംബിനിയുടെ കഥാപാത്രത്തിനായി ഒരുപാട് വീട്ടമ്മമാരെ നേരിൽ പോയി കണ്ട് അവരെ പറ്റിയെല്ലാം ദീർഘമായി പഠിച്ച് ചെയ്ത തയ്യാറെടുപ്പുകളോടുകൂടി ചെയ്തൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യക്ഷിയിലേക്ക് വരുമ്പം നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഈ പഠനം എങ്ങനെ മാനേജ് ചെയ്തു? അതുമാത്രമല്ല, ഈ കുടുംബിനിയിൽ നിന്ന് യക്ഷിയിലേക്കുള്ളൊരു പ്രയാണം ചാലഞ്ചിങ് ആയിരുന്നോ? ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരെയും കണ്ടു പഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ബട്ട് ആക്ച്വലി യു ക്യാൻ ബിലീവ്, ഞാൻ കണ്ടു ശരിക്കും. ആക്ച്വലി ഐ ഫീൽ ഇറ്റ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു തന്നതിന് ശേഷം ഒരു നിഴല് പോലെ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത്? എൻ്റെ അടുത്തിരുന്ന് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഒരു ഓറ പോലെ അല്ലേ നമ്മളെ പുറകെ? നമ്മൾ ഒരുപാട് വട്ടം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മിണ്ടാതിരിക്കൂ. കാരണം ഒരു തേർഡ് പേഴ്സൺ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെ, ആ തേർഡ് പേഴ്സൺ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഞാൻ ഇതുപോലെയാണ് ചിരിക്കുന്നത്, ഞാൻ ഇതുപോലെയാണ് സംസാരിക്കുന്നത്. വലിയ കഴിവാണ്. ആക്ച്വലി സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആക്ച്വലി ദീസ് 2 പേഴ്സൺസ്, എനിക്ക് പറയാൻ വാക്കുകളില്ല, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ആ യക്ഷിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്പിയറൻസിലും കൂടെ വേണമായിരുന്നു. ഓഫ് കോഴ്സ് അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. 5 മേക്കപ്പ്മാരായിരുന്നു എൻ്റെ ചുറ്റിനും ഒരു 1.5 hours എന്നെ യക്ഷിയാക്കാൻ വേണ്ടിയിട്ട്. അവര് പറയായിരുന്നു, ഓ മൈ ഗോഡ്, എങ്ങനെയാണ് ഇത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടീനെ പെട്ടെന്ന് യക്ഷിയാക്കുക എന്ന് പറഞ്ഞിട്ട്.